ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നിങ്ങൾ ഈ തമ്പിൽ കണ്ടതുപോലെ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ഈ വർഷം പ്രധാനപ്പെട്ട KS എക്സാം വരുന്നുണ്ട്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷയുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് എക്സാമാണ് SI എന്ന് പറയുന്നത്, അല്ലെ? ഒരു കാക്കി അണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെ, അതിൻ്റെ ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് SI എന്ന് പറയുന്നത്. അപ്പോൾ ഈ തമ്പിൽ SI ആവാൻ ഏറ്റവും മികച്ച അവസരം ഇതാണ് എന്നുള്ളതായിരുന്നു ഈ തമ്പ്, അല്ലെ? സ്വാഭാവികമായിട്ട് നിങ്ങൾ സംശയം ഉണ്ടാവും, എങ്ങനെയാണ് അല്ലെ ഇതെന്താണ് ഏറ്റവും മികച്ച അവസരം എന്ന് പറയാനുള്ള കാരണം എന്താണ്? സോ അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ CPO, CEO അതുപോലെ SI തുടങ്ങിയ നിരവധി എക്സാമുകൾ ഈ വർഷം 2025 ജനുവരിയിൽ തന്നെ PSCയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിരുന്നു. അതിന്റെ പല എക്സാംസിന്റെയും എക്സാം ഡേറ്റുകൾ വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഈ SI എക്സാം എഴുതുന്നവർക്ക് ഇപ്പോൾ ഒരു മികച്ച അവസരം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി ലെവൽ എക്സാംസ് ഈ വർഷം പ്രധാനപ്പെട്ട KS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ SI എക്സാമുകൾ നടക്കുന്നുണ്ട്. സോ ഇതിന്റെ മൂന്നിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, KS ആണെങ്കിൽ അവിടെയും പ്രിലിംസ് മെയിൻസ് പറഞ്ഞുകൊണ്ട് വളരെ വാസ്റ്റ് ആയിട്ടൊരു സിലബസ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെയും പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞുകൊണ്ട് മെയിൻസ് എക്സാമിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനുണ്ട്. ദെൻ SIയിലോട്ട് വരുമ്പോൾ 50 മാർക്കിന്റെ GKയും 50 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമാണ്. 3 എക്സാമിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്, അല്ലേ? സ്വാഭാവികമായിട്ടും ഒരു SI എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അനിവാര്യമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത്രയും ആളുകൾ ഈ ഫിസിക്കലി അത്ര ഓക്കെ അല്ല, അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം SI പോലെയുള്ള എക്സാമിനെ ആരും അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പോൾ തന്നെ നമുക്ക് ജനറൽ PSC എക്സാമിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫിസിക്കൽ എക്സാംസിന് എന്താണ് കോമ്പറ്റീഷൻ അത്രത്തോളം വരുന്നില്ല. മാത്രമല്ല, ഇത്തവണ ഡിഗ്രി ലെവൽ എക്സാംസ് 2025 ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 3 പരീക്ഷകളാണ്. ഈ 3 പരീക്ഷകൾക്കും സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത് കൊണ്ട് തന്നെ ഈ 3 എക്സാമും ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതായത് ഞാൻ പറയുന്നത്, ഇപ്പോൾ 2026 SI എക്സാം നടക്കുന്ന സമയത്ത് SI എക്സാം മാത്രമേ ആ സമയത്തുള്ളൂ എങ്കിൽ സ്വാഭാവികമായിട്ടും ജനറൽ PSC എഴുതുന്ന ആളുകൾ പോലും ഒരുപക്ഷെ ഈ SI എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അവിടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ഇത്തവണ ഈ 3 എക്സാമുകൾ നടക്കുന്ന സമയത്ത് SI നടക്കുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നടക്കുന്നുണ്ട്, KS നടക്കുന്നുണ്ട്. ഈ 3 എക്സാമുകൾ നടക്കുന്ന സമയത്ത് 3നും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. ഈ 3 എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും, അല്ലെ? ഒരാളും ഈ 3 എക്സാമിന്റെയും സ്പെഷ്യൽ ടോപ്പിക് പഠിച്ചു പോകുന്നില്ല. അപ്പോൾ ഒരു SI എന്ന് പറയുന്ന പോസ്റ്റ് അത്രയും, അല്ലെ, ഒരു ഉന്നത ഒരു ഫോഴ്സ് പോസ്റ്റ് എന്ന് പറയുന്നത് അത് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഒരു മികച്ച ടൈമാണ്. പ്രധാന കാരണം, നിങ്ങൾ SI എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 എക്സാമിനും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. ഞാനിപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ ഞാനിപ്പോൾ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് പഠിച്ചു പോകുന്നത്. സ്വാഭാവികമായിട്ട് എനിക്ക് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് അത്യാവശ്യം പഠിക്കേണ്ടതുണ്ട്. കാരണം LSCS എക്സാം ഒക്കെ അത്രയും സ്പെഷ്യൽ ടോപ്പിക്കും വളരെ മികച്ച, വളരെ ഹയർ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമും ആ ലെവലിൽ പ്രതീക്ഷിക്കണം. അപ്പൊ എൻ്റെ ആ ഒരു പഠന രീതിയും ആ തലത്തിലേക്ക് മാറ്റണം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ SIയുടെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക് പഠിക്കേണ്ട ആ ഒരു ടൈം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ 3 എക്സാം വരുന്നത് കൊണ്ട് തന്നെ ഈ 3ന്റെയും സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാൻ ആക്ച്വലി ഈ ഒരു വർഷത്തിലെ ഒരു ഉദ്യോഗാർത്ഥിക്ക് സമയം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് SI ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച അവസരമാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾ SI എന്ന് പറയുന്ന എക്സാം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് മറ്റുള്ള എക്സാംസ് അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ എഴുതണ്ട എന്നല്ല, എഴുതിക്കോളൂ, പക്ഷേ നിങ്ങളുടെ ഫുൾ ഫോക്കസിങ്, നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫോക്കസിങ് ആ മേഖലയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ ഒരു നല്ല റിസൾട്ടിലേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. കാരണം ഈ ഒരു SI ഒന്നും നോർമലി കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, എന്നാലും ഈ 3 എക്സാം വരുന്നത് കൊണ്ട് തന്നെ ആ കൊടുത്ത കാൻഡിഡേറ്റ്സിൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് ഒരു ഡിഗ്രി ലെവൽ ഫോഴ്സ് പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത്. ഈ ഒരു SI എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം A to Z കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിഗ്രി ലെവൽ, നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയുള്ള ആളാണെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ PSC ജോബ് തന്നെ, ഒരു ഡിഗ്രി ലെവൽ ഗവൺമെന്റ് ജോബ് തന്നെ നിങ്ങൾക്ക് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തിന് ആദ്യം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ SI ബാച്ചിലേക്കുള്ള
ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോഴ്സിൻ്റെ സ്ട്രാറ്റജി അതുപോലെ തന്നെ ആ ഒരു ഫീ സ്ട്രക്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൂടി നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പല ആളുകളും പഠിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി ലെവൽ ആകുമ്പോൾ ഇത്രയും കാൻഡിഡേറ്റ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നിരാശരാകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് പറയാനുള്ളത് ഇത് നല്ലൊരു അവസരമാണ്. ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇനി ഇനി ചിന്തിച്ചവരാണെങ്കിലും അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ വർഷത്തെ SI എക്സാം നിങ്ങളുടേതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്